സ്നേഹം നിറഞ്ഞ സഭാവിശ്വാസികൾ, വളരെ വിഷമത്തോടെയാണ് ഞാൻ വീണ്ടും ഒരു ഓഡിയോ ക്ലിപ്പിടുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സഭയിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന പല കാര്യങ്ങളും നാം എല്ലാം കണ്ടു. മതിൽ ചാടി വരുന്ന കന്യാസ്ത്രീകൾ, ഓസ്കാർ അവാർഡിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന വൈദികർ, കൈയും കാലും ഒടിച്ചു, ഞങ്ങളെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മളുടെ കൂട്ടത്തിലുള്ള ഇടവക ജനങ്ങൾ. അവർ മെത്രാന്മാർക്ക് ആർക്കും അവർ ജയ് വിളിച്ചില്ല. അവർ മെത്രാന്മാരെ എല്ലാവരെയും തെറിയാണ് വിളിച്ചത്. പട്ടികൾ, കള്ളന്മാർ, നാറികൾ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മളുടെ ചങ്കിനും ശരീരത്തുമാണ് അത് ചാട്ടവാറ് പോലെ അടിയേറ്റതുപോലെ ആയത്. അന്നത്തെ ഒരു ദിവസം TV ചാനലിലൂടെ വന്ന വിശേഷങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞു ഞാൻ തൊലി ഉരിഞ്ഞു പോയി. ഇവർ എന്തിനിത് ചെയ്യുന്നു? 13 മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞതിനാണോ? കർത്താവിന്റെ മുമ്പിലേക്കൊന്ന് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞതിനാണോ ഇവരിതെല്ലാം കാട്ടിക്കൂട്ടിയത്? എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, അവരെ നമുക്ക് വൈദികരാണ്. എറണാകുളത്തെ വൈദികരെ കുറിച്ച് നമുക്ക് വളരെ നന്നായി അറിയാം. ഏതൊക്കെ ഇടവകയിൽ പോയാലും അവിടെയെല്ലാം ചാർച്ചക്കാരികളുള്ള ഒരുപാട് വൈദികരുണ്ട്. വിവാഹം കഴിക്കാനായിട്ടാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ച് വിടുക. അവർ ഓരോ സ്ഥലത്തും ചാർച്ചക്കാരികളുണ്ട്. 70 വയസ്സുള്ള 72 വയസ്സുള്ള നാളെ കുഴിയിലേക്ക് നീട്ടിയിരിക്കുന്നവനും ഓരോ ഇടവകയിൽ ചാർച്ചക്കാരികളുണ്ട്. പഴയ ഇടവകളിൽ നിന്ന് ചാർച്ചക്കാരികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. നമ്മളുടെ വൈദികർ എന്ന് പറയുന്നവരെ നമ്മൾ വളരെ പുച്ഛത്തോടെ കാണേണ്ട ഒരു സാഹചര്യം. ഇവിടെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല വൈദികരുമുണ്ട്. സഭയ്ക്ക് വേണ്ടി സഭയിൽ ഒന്നുമില്ലാത്തവരുണ്ട്. ഇവരെല്ലാവരും പട്ടം കെട്ടി വന്ന ഒരു കാലമുണ്ട്. അന്ന് ഒരു 15 വർഷം മുമ്പ് വെറും സൈക്കിളിൽ നടന്നിരുന്നവർ ഇന്ന് നടക്കുന്നത് ഏറ്റവും വലിയ വലിയ പോഷ് കാറുകളിലാണ്. ഇവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ നോക്കിയാൽ അവരെല്ലാവരും സമ്പന്നരാണ്. ഇത് എവിടെ നിന്നുണ്ടായി? സഭ പഠിപ്പിച്ച് സഭ മേടിച്ചു കൊടുത്ത ഡിഗ്രിയിലൂടെ അധികാരങ്ങൾ കൊയ്ത് ഇവർ മുന്നോട്ട് പോയി. ലിസി ഭരിച്ചവർ, അതുപോലെ നമ്മളുടെ സ്ഥാപനങ്ങൾ ഭരിച്ചവർ എല്ലാം കോടികളുണ്ടാക്കി. ലിറ്റിൽ ഫ്ലവർ അങ്കമാലിയിൽ ഇപ്പോഴും പ്രശ്നങ്ങളാണ്. എല്ലായിടത്തും ഇവരുടെ പൈസയോടുള്ള ആർത്തി, ആ ആർത്തിയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരിക്കലും നമുക്ക് ഇവരെയൊന്നും വൈദികരായി അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയിൽ നിന്ന് വിട്ടുപോകാം എന്ന് വിചാരിച്ചാൽ, എൻ്റെ അപ്പം പറഞ്ഞത്, ഇത് നിന്റെ ദേവാലയമാണ്, നിന്റെ പള്ളിയാണ്, ഈ പള്ളിയുടെ ഒപ്പം നിന്ന് നിൽക്കണം, ഈ സഭയ്ക്കൊപ്പം നിൽക്കണമെന്ന ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ നിന്നത്. ഇനി കന്യാസ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ, കന്യാസ്ത്രീകൾ വളരെ നല്ല കന്യാസ്ത്രീകളുണ്ട്. ഇപ്പോഴും സഭയ്ക്കൊപ്പം ശക്തമായി നിൽക്കുന്ന CMC സഭയിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ CMC സഭയെ എടുത്തു പറയുന്നതിൻ്റെ കാരണം, CMC സഭയിൽ ഒരുപാട് കന്യാസ്ത്രീകൾ അന്ന് അവിടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഒരു മതിൽ ചാടി വന്നു എന്ന് പറഞ്ഞ് അവർ അഭിമാനം കൊള്ളുന്നത് കണ്ടു. എൻ്റെ പൊന്ന് സഹോദരിമാരെ, നിങ്ങൾക്ക് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടതാ. പണ്ട് നിങ്ങളെ ഞങ്ങൾ മൊട്ടേച്ചുകളെന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് മുടി നീട്ടി വളർത്താനുള്ള സൗകര്യമുണ്ടായി. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തു തന്ന സഭ നിങ്ങൾക്കിന്ന് 6 മണിയല്ല, നിങ്ങൾ 12 മണിക്ക് കയറി ചെന്നാലും നിങ്ങളുടെ മദർ സുപ്പീരിയർ ഒന്നും ചോദിക്കില്ല. ആ ഒരു അവസ്ഥയിലാണ് CMC സഭ. കുത്തഴിഞ്ഞു പോയി എന്ന് ഞാൻ പറയും. ഞാൻ ഒരിക്കലും മറ്റ് സിസ്റ്റേഴ്സിനെ പറയില്ല. കാരണം ഒരുപാട് സഭയെ സ്നേഹിക്കുന്ന സന്യാസിനികളുണ്ട് ആ സഭയിൽ. ഞാനിന്ന് ഈ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നെങ്കിൽ അത് എൻ്റെ ഉദയംപേരൂർ ഇടവകയിൽ
എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഈ സഭയിലേക്ക് കൊണ്ടുവന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ കർമ്മലീത്ത. ഞാനൊരു വിശുദ്ധയായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന, എൻ്റെ പേഴ്സിൽ ഇന്നും ആ സിസ്റ്ററിൻ്റെ ഫോട്ടോയുണ്ട്. ഞാൻ ഇന്നും പോകുമ്പോൾ, എവിടെ പോകുമ്പോഴും എടുത്തു നോക്കുന്നൊരു മുഖം. ആ മുഖം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ എത്രയോ പേര് നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അവരെ എല്ലാവരെയും നിങ്ങളുടെ കുറച്ച് ആൾക്കാർ ചേർന്ന്, നിങ്ങളുടെ കർമ്മലിത്ത സഭയിലെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാക്കി. നിങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ പുച്ഛമാണ് തോന്നുന്നത്, ലജ്ജയാണ് തോന്നുന്നത്, അറപ്പാണ് തോന്നുന്നത്. നിങ്ങൾ എന്തിനീ പണിക്ക് പോയി? ഊരി ആ വിശുദ്ധ വസ്ത്രം ഊരി നിങ്ങളൊന്ന് പുറത്തേക്ക് പോയി തരാമോ? ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. അതുപോലെ തന്നെ ഈ വൈദികരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ആ ഉടുപ്പൂരി നിങ്ങൾ വേറെ ഏതെങ്കിലും പണിക്ക് പൊക്കോ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞൊന്ന് പോയി തരാമോ? അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആത്മായർ, നമ്മളുടെ അവര് അന്ന് അവിടെ വിളിച്ചു കൂട്ടിയ മുദ്രാവാക്യങ്ങൾ ഓരോ ക്രിസ്ത്യാനിയുടെ ചങ്കില് കുത്തിക്കയറുകയാണ്. നമ്മുടെ പിതാക്കന്മാരെ എത്ര അപഹാസ്യരായിട്ടാണ്, എത്രമാത്രം അപമാനിതരായിട്ടാണ് അവിടെ അച്ഛന്മാരും കന്യാസ്ത്രീകളെ ഏറ്റുപിടിച്ചത്. വളരെ ദയനീയമായി പോയി. ഞാൻ ഒരു ഉദയംപെരൂർ സുനോദോസ് പള്ളിക്കാരനാണ്. എനിക്ക് ചുറ്റും യാക്കോബായക്കാരും ലാറ്റിൻകാരുമാണ്. അവരുടെ മുമ്പിൽ അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തില് എന്തിന് ഈ സഭയിൽ എന്നെ മാമുദിസമൊക്കെ എന്ന് പോലും ഞാനിപ്പോൾ ആലോചിച്ചു പോവുക. അത്രമാത്രം ദയനീയമായി പോയി ഇവർ കാട്ടിയത്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർ തയ്യാറാവണം. ഒരു വിശ്വാസിയുടെ രോദനമാണിത്. നിങ്ങൾ ഇനിയും ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് സമവായവും മറ്റതും ഉണ്ടാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ മുറിവേൽപ്പിച്ചതുപോലെ നിങ്ങൾ പിതാക്കന്മാരും വൈദികരും കൂടി ഞങ്ങൾ ആത്മായർക്ക് മുറിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുറിവുകളിൽ പെടഞ്ഞ് ഞങ്ങൾ പലരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നന്മ ചെയ്യുക. ഈ സഭ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സഭ പിരിച്ചുവിടുക. അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി. ഇനിയും ജനങ്ങളുടെ മുമ്പിൽ, ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങളെ അപഹാസ്യരാക്കരുതേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എന്ന് ജോസ് അറക്കത്താഴം, ഉദയംപെരൂർ സുനോദോസ് പള്ളി. ഇത് ഓരോ സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ ഐശ്വര്യത്തിന് വേണ്ടി നിന്ന, സഭയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിന്ന കുറെ വിശ്വാസികളുടെ രോദനമാണ്. താങ്ക് യു.